മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, പ്രതി സഞ്ജയ് റോയുടെ മൊഴിയിലുള്ള അന്വേഷണ സംഘത്തിന്റെ സംശയങ്ങൾ, കൂട്ടുപ്രതികളെ സ്ഥിരീകരിക്കാനുള്ള നീക്കം, പോളിഗ്രാഫി ടെസ്റ്റിനുള്ള അനുമതി കോടതിയിൽ നിന്ന് വാങ്ങാൻ ഒരുങ്ങുകയാണ് CBIയുടെ പ്രത്യേക സംഘം. പരിശോധനകൾക്കായി CBIയുടെ ഫോറൻസിക് സംഘം കൊൽക്കത്തയിലെത്തി. സൈക്കോ അനാലിസിസ് സംഘമാണ് എത്തിയത്. സൈക്കോ അനാലിസിസ് ടെസ്റ്റും ശബ്ദ വിശകലനത്തിലുള്ള ടെസ്റ്റും നടത്തുന്നു. പ്രതി എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതടക്കം ശബ്ദവിശകലനം നടത്തുമ്പോൾ മോഡുലേഷൻ വെച്ച് കണ്ടെത്താൻ സാധിച്ചേക്കും. CBIയുടെ കസ്റ്റഡിയിലുള്ള മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പാളിനെയും ചോദ്യം ചെയ്യുന്നത് തുടരും. അതേസമയം നീതി ഉറപ്പാക്കും വരെ പ്രതിഷേധം തുടരാനാണ് റെസിഡന്റ് ഡോക്ടർമാരുടെയും സംഘടനകളുടെയും തീരുമാനം. ഇന്ന് RGKR മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാർക്കും BJP നേതാവായിട്ടുള്ള ലോകേഷ് ചാറ്റർജിക്കും കൊൽക്കത്ത പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അഭയ എന്ന പേര് നൽകിയിരിക്കുന്ന യുവ ഡോക്ടറുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനാണ് നോട്ടീസ്. RGKR മെഡിക്കൽ കോളേജ് ആക്രമണ കേസിൽ ഇതുവരെ 30-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു. 76 പേർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. ഇതിൽ ഏറിയ പങ്കും തൃണമൂൽ പ്രവർത്തകരും അനുഭാവികളുമാണ്. കൗൺസിലർമാരടക്കമുണ്ട്. പലരും 18-19 വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥികൾ. പ്രതിഷേധിക്കാൻ എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പലരും ഇപ്പോഴും ഒളിവിൽ തുടരുന്നതായി കുടുംബം പറയുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.